ഹലോ. ഇപ്പോൾ രാത്രി മഴയും പകൽ വെയിലുമാണല്ലേ എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ എത്ര ഉണങ്ങിയ വിറവായാലും കത്തിക്കാനായിട്ട് ഭയങ്കര പാടാണ്. പോഞ്ഞിരിക്കും. പിന്നെ എങ്ങനെയെങ്കിലും കത്തിപ്പിടിച്ചാൽ രക്ഷപ്പെട്ടു. അങ്ങനെ ഇന്ന് നമുക്ക് കൊഴിയാളക്കുട്ടിയാണ് കേട്ടോ കിട്ടിയത്. കുഞ്ഞു കൊഴിയാള. അതിനെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വങ്കടയും കൂടെ കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വങ്കടയാണെങ്കിൽ ഇഷ്ടമേ അല്ല. കറി വെച്ചാലും പിടിക്കില്ല, പൊരിച്ചാലും പിടിക്കില്ല. അപ്പോഴത്തേ വങ്കട അവിടെ തന്നെ വെച്ചിരിക്കണം. മാമിയെ കൊണ്ട് അർപ്പിക്കാൻ വിചാരിച്ചു. എനിക്കിനി വങ്കടയൊന്നും അറുക്കാൻ വയ്യ. ഞാൻ അറുത്താൽ ചിലപ്പോൾ തൊലിയിൽ കൂടെ അതിൻ്റെ ചതയും കൂടെ പോകണമെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളാതാവും. വങ്കട തിന്നാൽ സങ്കടം മാറും എന്നൊക്കെ പറയും. പക്ഷേ എത്ര വങ്കട തിന്നാലും എൻ്റെ സങ്കടം ഇരട്ടിക്കുള്ളൂ. അതിന് മറ്റേ കൊഴിയാള മീനിൻ്റെ തലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉക്കും കഴിച്ച് തിന്നാൻ വിചാരിച്ചു. അങ്ങനെ ഫ്രീസറിൽ ഇരുന്ന ചക്ക തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. തേങ്ങയും കൂടെ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോഴേ തണുപ്പൊക്കെ മാറിയപ്പോഴേക്കും ഈ ചക്ക നമുക്ക് എങ്ങനെ വേണം അരിയാം. ഫ്രീസറിൽ ഇരുന്നതല്ലേ. അതല്ല ഫ്രീസറിൽ ഇരുന്നിട്ട് എടുക്കുമ്പോൾ ഒരുമാതിരി കുഴഴായിരിക്കും. എന്നാലും വെച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ സാധാരണ ചക്ക വയ്ക്കും പോലെ തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ഒരുപാട് നാൾ ഇരിക്കും, കേടൊന്നും ആകുന്നില്ല, ചെന്നീരുവാടെ ഒന്നും ചെയ്യില്ല. എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമ്മൾ പിറ്റ് നടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചെന്നീരുവാടി മഞ്ഞ കളറൊക്കെ അടിച്ചിരിക്കും, കയ്പ്പായിരിക്കും. ഇതാകുമ്പോഴേക്കും ഒന്നും പറ്റൂല. അങ്ങനെ ഒരു ഫ്രീസറിൽ നിന്നൊക്കെ ഇപ്പം എടുത്തതുകൊണ്ട് ചക്ക എങ്ങനെയെങ്കിലും അങ്ങ് അരിഞ്ഞ് കുക്കറിലല്ലേ ഇടുന്നത്. അതുകൊണ്ട് എങ്ങനെയായാലും വെന്ത് കിട്ടും. അങ്ങനെ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങയും, ഞാൻ ഇവിടെ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കരിവേപ്പിലയും കൂടെയാണ് എടുക്കുന്നത്. മുളകെടുക്കല്ലോ. ചക്ക ആണെങ്കിൽ പിള്ളേരൊക്കെ കലക്കിയും കുടിച്ചോളൂ. അപ്പോൾ ഈ എരിവ് കിട്ടിയാൽ ചിലപ്പോൾ അവർ കുടിച്ചില്ലെങ്കിലെന്ന് പറഞ്ഞ് ഇതിന് മുളകിടുന്നില്ല. ആദ്യം ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ വെള്ളം ഒഴിച്ച് അത് അരപ്പോലെ ആക്കുന്നത്. അതാകുമ്പോഴേക്കും നല്ലപോലെ ചതഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒരുമാതിരി തേങ്ങയിൽ അവിടെ അരഞ്ഞ് ഇവിടെ അരയാത്ത രീതി, അങ്ങനെ രീതിയിൽ കിടക്കും. ഇനിയിപ്പോൾ മീൻ കറിക്കും കൂടെ അരച്ച് വെക്കാൻ വിചാരിച്ച്. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് പോകണമെന്നൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കറി ഇല്ലാതെ തന്നെ ചോറ് തിന്നേണ്ട അവസ്ഥയാണ്. അങ്ങനെ ആദ്യം കുറച്ച് തേങ്ങയും അതിന് 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത്തിരി പുളിയും കൂടെ എടുത്ത്, പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ അതിനെ തേങ്ങയുടെ വില അനുസരിച്ച് ഒട്ടും പാഴാക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ തേങ്ങ 95 രൂപയൊക്കെയാണ് ഇവിടെ. അവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് വിലകൾ? അങ്ങനെ അത് എല്ലാം കൂടെയൊക്കെ ഇട്ട് അത് ഇച്ചിരി പോലെ വെള്ളം വീഴ്ത്തി അതും ഇച്ചിരി പോലെ വെള്ളം ഒഴിച്ച് അരയ്ക്കും കേട്ടോ. അപ്പോൾ വേഗം അരഞ്ഞ് കിട്ടും. ഒരുപാട് വെള്ളമാകുമ്പോഴേക്കും മിക്സിയുടെ വെളിയിലൊക്കെ അതാവുകയും ചെയ്യും. എന്നാൽ നല്ലപോലെ അരഞ്ഞും കിട്ടൂല വേഗം. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം വീത്തി അരയ്ക്കും. പിന്നെ നമുക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ ഒഴിക്കുകയുള്ളൂ. ഇതേ കണ്ടില്ലേ, മാങ്ങ കണ്ടില്ലേ, ഫ്രിഡ്ജിൽ കിടന്ന് അവക്കാഡോ പോലെയാണെന്ന് ആയിപ്പോയി. അപ്പോൾ ഒന്നെടുത്ത് ചെത്തിയപ്പോഴേക്കും അത് നല്ല പഴുത്ത്. അപ്പോൾ അത് തിന്നാന്ന് അങ്ങനെ കുറച്ചൊക്കെ കിട്ടി. അതിൻ്റെ അകമൊക്കെ കേടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനെ അരിഞ്ഞിട്ട് ഒരു മണമുള്ള മുളകുണ്ടായിരുന്നു. അത് നല്ല മണവും എരിയും ഉള്ളതാണ്. അതുകൂടെ അരിഞ്ഞിട്ട് അതിടുമ്പോഴേക്കും കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അരപ്പം വീത്തി പിന്നെ അരച്ചപ്പോഴേക്കും ലാസ്റ്റ് ഇച്ചിരി വറുത്ത ഉലുവയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് അരയ്ക്കും കേട്ടോ. ഒരുപാട് അരച്ചാൽ കഴിക്കും. അങ്ങനെ അത് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ പഴുത്ത മാങ്ങ പൂളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് കഴിക്കാം. എനർജി കിട്ടേണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ചക്ക തുറന്ന് നോക്കിയപ്പോഴേക്കും ചക്കയ്ക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഉടച്ചെടുക്കുന്ന മുമ്പേ കുറച്ച് ആ തേങ്ങ മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ ആ ചക്ക എടുത്തിട്ടിട്ട് കുഴച്ച് തിന്നണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ അരപ്പൊക്കെ ഇടാതെ അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും അങ്ങനെ തിന്ന് നോക്കണേ. ഞാൻ ഇപ്പം ഇങ്ങനെ വേവിച്ചാലും പണ്ട് ഉമ്മ തിന്നണ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അങ്ങനെ പണ്ട് ഉമ്മ നമുക്ക് തരുകയും ചെയ്യും. അങ്ങനെ ടേസ്റ്റ് കിട്ടിയതാണ്. നല്ല രുചിയാണത്. അങ്ങനെ കറണ്ടിയിട്ട് കിണ്ടാൻ നോക്കിയിട്ട് പറ്റില്ല. അങ്ങനെ വേറൊരു തവി എടുത്തിട്ട് ചക്കയൊക്കെ ഉടച്ചിട്ട് അരപ്പ് അതിലോട്ട് വീത്തിയിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടാണ് വെക്കുന്നത്. സാധാരണ ഇളക്കിയൊന്നുമില്ല, അരപ്പ് വീത്തിയിട്ടൊന്ന് ചൂടായിട്ടാണ് ഇളക്കണത്. ഇന്നിപ്പം ഇളക്കി അങ്ങോട്ട് വെക്കാൻ വിചാരിച്ച്. ആ സമയത്ത് തന്നെ ചക്ക തിന്നാനുള്ള ഒരുക്കത്തിലാണ്. അത് ചൂടോടെ അങ്ങ് തിന്നണം, അപ്പോഴാണ് അതിൻ്റെ രുചി കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ചക്ക തിന്നും, കുറച്ച് മാങ്ങ തിന്നും, കുറച്ച് ചക്ക തിന്നും, അങ്ങനെ മാങ്ങ തിന്നും. അങ്ങനെ രണ്ടും മാറിയും തിരിഞ്ഞൊക്കെ തിന്നുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമുക്ക് സമയം പോണതും അറിയില്ല, ഈ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യണതും അറിയില്ല. അങ്ങനെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീനിൻ്റെ തലയൊക്കെ വൃത്തിയാക്കിയിട്ട് ഒരു സവാളയും അരിഞ്ഞിട്ട് ഒരു മുളക്, മറ്റേ മലക്കറി മുളകാണ് കേട്ടോ എണ്ണ, അതുകൂടെ അരിഞ്ഞിട്ടിട്ട് ഇത്തിരി പുലപ്പും കൂടെ ഇട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. ചക്കത അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്ക പായസം പോലെ ആയിട്ടുണ്ട്. ഇത് കടുവും കൂടെ വറുത്ത് വീത്തിയാൽ അടിപൊളിയായിരിക്കും. പക്ഷെ കടുവൊന്നും വറുത്ത് വീത്തല്ല.
അങ്ങനെ അതെ മീൻ്റെ ഇത് അടുപ്പിൽ വെക്കാൻ പോവേണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് കറിയും കൂടെ ഇങ്ങനെ കലക്കി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. തീ ഉണ്ടായിരുന്നു, അരി വടിച്ചായിരുന്നു, അപ്പോൾ തീ ഉണ്ടായിരുന്നു. അതിലോട്ട് തന്നെ കറിയും കൂടെ വെച്ച് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഉപ്പും കരിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് ഇനി അത് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടാകും നോക്കാം. അപ്പോഴേക്കും എന്താ മീൻ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ച് വറ്റുമ്പോഴേക്കും നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം. ഉള്ള വെളിച്ചെണ്ണത്തിനും കൂടെ ഒഴിച്ചു കൊടുക്കില്ല. ഇപ്പോഴത്തെ വില ഉണ്ടില്ലേ, 460 രൂപയാണ് ഇവിടെയൊക്കെ വിലയാണ് വെളിച്ചെണ്ണയ്ക്ക്. തെങ്ങില്ലാതായപ്പോഴേക്കും തേങ്ങയും ഇല്ല, വെളിച്ചെണ്ണയ്ക്ക് തീ വിലയും. ഇനി എന്തൊരു ചെയ്യുമോ എന്തോ. ഇങ്ങനെ എണ്ണയൊക്കെ വില കൂടിയാൽ നമ്മളെങ്ങനെ കഴിക്കും അറിഞ്ഞൂടെ. ഇനി മീനൊക്കെ പൊരിച്ചൊക്കെ എങ്ങനെ തിന്നുമോ എന്തോ. അപ്പോൾ നോക്കിയപ്പോഴേക്കും എന്താ കറിയൊക്കെ തിളച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പിന് ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ഇട്ട് വീണ്ടും ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വയ്ക്കുമ്പോഴേക്കും നമ്മളെ കറി അവിടെ റെഡിയായേ. അപ്പോഴേക്കും മീൻ നല്ലപോലെ വെന്ത്, മീനെല്ലാം മീൻ്റെ തല അത് നല്ലപോലെ വെന്ത് അതിന് ഇനി നുള്ളി പറക്കി തിന്നുകൊണ്ടൊക്കെ ഇരിക്കാം. അപ്പോഴേക്കും ചോറും കറിയല്ല എല്ലാം. ഇനിയിപ്പോൾ ആരെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് ആരുമില്ല, അവരൊക്കെ പുറത്തെവിടെ പോയിരിക്കുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ചോറും നല്ല ചൂട് ചോറുണ്ട് കേട്ടോ. ചൂട് ചോറും അതിൻ്റെ മീനും ഇങ്ങനെ വെന്തുടഞ്ഞ പായസം പോലെ ആയ ചക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേ കണ്ടില്ലേ, അതവിടെ ഇരുന്ന് വെള്ളമൊക്കെ ഇത്തിരി പിടിച്ച് ഇച്ചിരി കൂടെ കട്ടിയായിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ അങ്ങനെ എരിയുള്ള മുളകൊക്കെ ഇട്ട് കറി അങ്ങോട്ട് എടുത്ത് ഒഴിച്ച് 2-3 മാങ്ങയൊക്കെ ഇട്ടല്ലോ, മാങ്ങ കഷ്ണവും മീൻ കഷ്ണമൊക്കെ എടുത്ത് വീത്തി അങ്ങ് കുഴച്ച് കൂട്ടി കഴിക്കണം. ഇതെല്ലാം ചൂടോടെ കഴിക്കണേ. ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി കിട്ടണത്. അതേ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഇതുപോലെ കരുവാട് പൊരിച്ചത് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. കരുവാട് പൊരിച്ചതോ അച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറായേനെ. ഇനിയിപ്പോൾ ഇല്ലാത്തത് നമുക്ക് നിർമ്മിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ദേ ചോറൊക്കെ എടുത്തത് ആ വെളിയിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ഫാനിൻ്റെ മൂട്ടിൽ പോയിരുന്ന് കഴിക്കില്ല. ഇവിടെ ഇങ്ങനെ ബാക്കിൽ 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അവിടെ ഇരുന്ന് കഴിക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോറെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ അവിടെ കുഴച്ച് ആ കാറ്റൊക്കെ കൊണ്ടങ്ങ് കഴിക്കണം. ഇതിലാണ് രുചിയിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ചക്ക സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും ചക്ക കാണുമല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണേ. ഇതേപോലെ പുറത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട്. നമുക്ക് കൂട്ടിന് കാക്കയും പൂച്ചയൊക്കെ കാണാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ഇരുന്ന് കഴിക്കുന്നു എന്നുള്ള ഫീലൊന്നും തോന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.